വന്നത്. അതൊക്കെ ക്യാമറയിലെ വീഡിയോ കാണിക്കും. പയ്യൻ വേറെന്തോ കോപ്രായം കാണിക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ അവൻ വീണ്ടും വന്നിട്ട് ധൂമ് പോലെ ചാടിച്ചാൽ ടാണ. ഉച്ചയ്ക്ക് 1:45. സോ നമ്മളിന്ന് വന്നത് ഇവിടെ സിറ്റി മോൾ എന്ന് പറഞ്ഞ മോളുണ്ട്. റൂമിലിരുന്ന് വെറുതെ ബോറടിച്ചു വന്നപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. പ്രത്യേകിച്ചൊന്നുമില്ല, ബോറടിച്ചിട്ട് ഇറങ്ങിയാണ്. മാത്രമല്ല നാളെ കുറേ പഠിക്കാനും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. പോയി വരാം. മോൾ അതാണ്. ഇനിയിപ്പോൾ അവിടെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. എവിടെ? അവിടെ എൻട്രൻസ്. അവിടുന്ന് കയറിയിട്ട് ഉള്ളിൽ കാണിച്ചു തരാം. ഇതിലൂടെയും കയറാം കേട്ടോ. പക്ഷെ ഇവിടുന്ന് കയറാം. പക്ഷെ ഇവിടുന്ന് ക്രോസ് ചെയ്യണ കുറച്ച് ടാസ്ക്കാണ്. എല്ലാവരും താങ്ക്സ്. സഹകരിച്ച നാട്ടുകാർക്ക് താങ്ക്സ്. ഇതാണ് ഇനി ഉൾവശം. നമുക്കിതിൻ്റെ ഉൾവശത്തോട്ട് ഇനി കിടക്കാം. നാട്ടിലത്തെ മോളൊക്കെ പോലെയാണോ ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലാന്നും പറയാം. നമുക്കൊരു ഡ്രസ്സ് നോക്കി വെക്കാം. ഇവിടെ LC ബൈക്കിക്ക് കയറി നോക്കാം. നല്ല ഡ്രസ്സ്, ടീഷർട്ട് 19 ലാറി. നാട്ടിൽ ഒരു 500 സംതിങ് 600 രൂപ അടുപ്പിച്ച് വരും. സുഡിയോ ഒക്കെ പോലെ ചെരുപ്പൊക്കെ ഉണ്ട് ഇവിടെ. സുഡിയോ ഒരു സുഡിയോ എന്നൊക്കെ പറയാം ആക്ച്വലി, അല്ലെ ട്രെൻഡ്സ് എന്നൊക്കെ പറയാം. നാട്ടിലത്തെ കുറേ കളക്ഷൻ കുറച്ചുകൂടെ ഉണ്ട്. യെസ്, ചെക്സ് ഇത് കൊള്ളാം. എക്സെപ്ഷണൽ ഔട്ട്കംസ്. ഗൈസ് 15 ബലകളി. തൊപ്പി ഏതോ ചുള്ളൻ വരുന്നേ. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. ഇതൊക്കെ കൊള്ളാം കേട്ടോ. നല്ല വായുസഞ്ചാരമുള്ള ബാസ്കറ്റ് ബോൾ ഔട്ട്ഫിറ്റ്സ്. കൊള്ളാം. തൊപ്പി ഇത് കൊള്ളാം. ഇതൊരു സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതും ഇതും കൊള്ളാം. ഇതിനെത്രയാ? പാൻറ്റിന് 69 ജെല്ല്. ഈ ജെല്ലും ലാറി ഒന്നാട്ടോ. ഇതിന് 29. യെസ്, തെറിക്കാം. അടുത്ത സ്പോട്ട് പിടിക്കാം. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ന്യൂയോർക്കേഴ്സ്. ഇവിടെ എന്താ നമുക്കുള്ളത് നോക്കാം. പൈസയൊന്നും കയ്യിലില്ല, എന്നാലും നോക്കണേ, പൈസ എടുക്കണ്ടല്ലോ. നല്ല കളറ്. എന്താ കളറ്! കണ്ണ് കുത്തണ കളറ് എല്ലാം ഉണ്ടല്ലോ. ചുവപ്പ്, പച്ച, നിയോൺ, ഫ്ലൂറസെൻ്റ്, പിങ്കോ, ഓറഞ്ച്. അതിന് പുള്ളിയുള്ള വേറെ പുള്ളിയല്ലെന്താ മറ്റേ ഡ്രാഗൺ. ഇതൊക്കെ സീൻ സാധനം. ഇതിനൊക്കെ വിലയാണ് കോമഡി. 59 ലാറി. ഇതിന് 39 ലാറി. ചെറുതാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ക്ഷമിച്ചു ഞാൻ. പോരാ, എൻ്റെ ഈ പവർ പോലെ കുറച്ചുകൂടി ആക്റ്റീവ് ആവും. അല്ലേ നിങ്ങൾ പറയൂ. കൊള്ളാം, നൈസ്. വലിയ ഏരിയ കേട്ടോ, എല്ലാം കിട്ടും. അതാണ്, വൈനൊക്കെ ഉണ്ട്. ഇതിന് 16.95 കെച്ചപ്പുകൾ.
ഡ്രൈ ആണ്, പീച്ച് ഫ്ലേവേർഡ്. 3.95. ലെറ്റ്സ് സീ. ഒന്ന് ഇറങ്ങി വാങ്ങിയ സാധനം കഴിച്ചോ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നടക്കുമ്പം കുറച്ച് ആൾക്കാരൊക്കെ കാണും ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടന്നുറങ്ങണ ആൾക്കാരെ. ആരും ഇവിടുത്തെ പട്ടി ടീംസൊക്കെ നല്ല ചില്ലാണ്. ട്രീറ്റ് ചെയ്യണ രീതി വേറെയാണ്. നോക്കിയാ പട്ടീനെ അടിച്ചപ്പോഴാ ചെറിയൊരു സാധനം വരുന്നുണ്ടോ. ഒക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഇവിടെ മെയിൻ. ജോർജിയക്കാരെക്കാട്ടും ഇവിടെ സ്റ്റുഡൻസാണ്. ഇന്ത്യക്കാരായാലും അറബ്സായാലും മറ്റു രാജ്യത്താണെങ്കിലും. നേരത്തെ കഴിച്ചതുപോലെ നമുക്ക് എന്നപ്പം കുറച്ചുകൂടിയും ഹെവി ആയിട്ട് കഴിക്കാൻ പോവാം നമുക്ക്. വേറൊരു പ്രത്യേകത, ഇവരിപ്പോൾ സമ്മർ നടന്നുകൊണ്ടിരിക്കുകയാണ്, സമ്മറാണ്. അതപ്പം 8 8:30 ഒക്കെ ആകുമ്പോഴേ ഇവിടെ നേരെ ഇരുട്ടാവുള്ളൂ. അവിടെ ഒരു പാർക്ക്, ടഷ്മിന്ത പാർക്ക്, അതിൻ്റെ അപ്പുറത്ത് ജൈൻ വീലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പോയി കഴിക്കാൻ പോണ സ്പോട്ട് അതാണ്. കിട്ടിക്കാൻ ഫുഡ് ഉണ്ട് അവിടെ, അഫോർഡബിളും ആണ്, ടേസ്റ്റിയും ആണ്, തിന്നാ വയറിലങ്ങനെ കിടന്നോളും. നമ്മൾ ഇതാണ് കഴിക്കണത്. ഇതാണ് അവരെ കിച്ചൺ. ഇതാണ് നമ്മളെ മെയിൻ ആൻറ്റി. കിടക്കനാണ്. പിന്നെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. മയണൈസും റൈസും ചിക്കണും പിന്നെ ലവാഷ് എന്ന് പറഞ്ഞ സാധനം, അത് പൊരിച്ചതാണ്. അങ്ങനെ ടേസ്റ്റി സാധനമാണ്. ഞാൻ സ്ഥിരം കഴിക്കണേ, സ്ഥിരമല്ല വല്ലപ്പോഴും കഴിക്കണതാണ്. അടിപൊളി സാധനം. കണ്ടോളൂ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സമയം 8:53. ഇപ്പോഴും ഒരു 6 മണി 6:30 വൈബ് അത്ര ആയിട്ടേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ബട്ട് നേരം വെളുക്കുമ്പോൾ നോർമൽ രാവിലെ നാട്ടിലൊക്കെ വെളുക്കുന്ന പോലെ 6 മണിയൊക്കെ അടുപ്പിച്ച് യെസ്, അപ്പൊന്നും പ്രശ്നമല്ല. വലിയൊരു ബിൽഡിങ്, സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് താമസിക്കാറുണ്ട്. നേരെ അങ്ങോട്ട് വിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സിറ്റി, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എത്തും. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതന്നെ. പിന്നെ അതവിടെ മെഗ്ഡി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. JCB അല്ല ആക്ച്വലി, അത് എന്താ ഹോളൻഡോ അങ്ങനെ പറയുന്ന ബ്രാൻഡാ. യെസ്, ന്യൂ ഹോളൻഡ്. പിന്നെ അവിടെ നമ്മളെ നാട്ടിലെ നമുക്ക് നാട്ടിലെ കേസിൻ്റെ JCB ഉണ്ട്. JCBയുടെ എക്സ്കവേറ്റർ. അതൊക്കെയാണ് കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട്, കാണിച്ചുതരാം. ഇതാണ് സാധനം. ഇതാണ് ഹമ്മർ H1 അല്ലെ ഹംവി എന്നും പറയും. ഇത് 1980s-ലോ 90s-ലോ നമ്മുടെ ജീപ്പ് അതിനെ റീപ്ലേസ് ചെയ്ത് US മിലിറ്ററി ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. ഇത് വൻ സാധനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ, നമ്മളെ നാട്ടിലെ ലൈൻ ബസ്സിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും വിടുത്ത്. എനിക്ക് തോന്നുന്നു ഇതിൽ V8 ആണ്, V8 എഞ്ചിനാണ് വരുന്നത് തോന്നുന്നു, ഉറപ്പില്ല. ഫുൾ റഡ്ജഡ് വണ്ടിയാണ്. ലിറ്ററലി പുറകിൽ 2 ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും ഉള്ളിൽ കൂടെ ഒരു വലിയ കേസിങ്ങാണ് പോണേ ഉണ്ടോ. അതിൻ്റെ ട്രാൻസ്മിഷനും മറ്റു കാര്യങ്ങളും മെക്കാനിക്കൽ കാര്യങ്ങളാണ് പോകണമെന്ന് തോന്നുന്നു. വലിയ എഞ്ചിനാണ് വരുന്നത്. സീൻ എന്ന് പറഞ്ഞാൽ സീൻ ഫുൾ റഡ്ജഡ്. ബാക്കിലൊരു ലോഡ് ഏരിയ ഉണ്ട്. ഫുൾ റഡ്ജഡ്. എന്താ ഹമ്മർ. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ കസ്റ്റം ചെയ്യാം കേട്ടോ. എനിക്ക് എക്സ്ട്രാ പൈസ വന്നാലും. ഗുഡിയർ ടയറൊക്കെ ഏതാ സൈസ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. ഇവിടെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. കിണ്ണങ്കാശി വണ്ടി. എൻ്റെ കയ്യിൻ്റെ കാട്ടും വലിപ്പമുണ്ട്. ഇവിടെയുണ്ട് ഹമ്മർ.
ടയർ സൈസൊക്കെ പറയാം മോനെ. ഈ കിണ്ണം കാച്ചി ടയർ സൈസ് 16 ഇഞ്ച് അലോയാന്ന് തോന്നുന്നു. 16.16. യെസ്, സീൻ ടയർ, ഗുഡിയറിൻ്റെ ടയർ. ഏതാ സാധനം? സൈസാണ് മെയിൻ. സസ്പെൻഷൻ കണ്ടില്ലേ? സസ്പെൻഷൻ ഇതിനെനിക്ക് തോന്നുന്നു ഇപ്പം ഇൻ കേസ് പോകുമ്പം വണ്ടി പഞ്ചറായതിൻ്റെ കൂടെ ഇതിന് വേറെ ടാങ്ക് ഉണ്ട്, എയർ ടാങ്ക് ഉണ്ട്, റീഫിൽ ചെയ്തുകൊണ്ട് നിൽക്കും. ഇത് ഈ വണ്ടീൻ്റെ പറ്റി പറയുമ്പോൾ തന്നെ എൻ്റെ റിവ്യൂവിൽ എത്രയായി. നൈസ് കിണ്ണം കാച്ചി മൂഡ് സാധനം. ഓഫ് റോഡ് യൂട്ടിലിറ്റി കിങ് എന്ന് പറയാം. യെസ്. ഓ, ഇവിടെ വേറെ സാധനം, അൾട്ടസ ജെ ഡി എം അൾട്ടസ. ഇതൊരു കിണ്ണം കാച്ചി വണ്ടി തന്നെ. വണ്ടി ഇവിടെ ഇഷ്ടം പോലുണ്ട് വണ്ടി കാണിക്കുകയാണെങ്കിൽ. പക്ഷെ ഇതും ഓട്ടോമാറ്റിക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആകുന്നു. അല്ലല്ല, റൈറ്റ് ഹാൻഡ് ഡ്രൈവ്, പക്ഷേ ഓട്ടോമാറ്റിക്. സെറ്റ്. സോ ഗൈസ്, ഇതാണ് വീഡിയോൻ്റെ എൻഡിങ്. നല്ലൊരു എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പഠിക്കാൻ പോയപ്പോൾ പഠിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് ട്വിസ്റ്റ്. എന്തായാലും ഇതിന് പകരം അടുത്ത വീഡിയോ കിടുക്കനാകും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.